പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ കുഞ്ഞു മോളെ ഇനി സങ്കടപ്പെടുത്താൻ പാടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുഞ്ഞ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നല്ലതുപോലെ നോക്കണം. രാജകുമാരിയെ പോലെ അവളെ വളർത്തണം. ഒരു അനാഥയാണ് എന്നുള്ള തോന്നൽ അവൾക്കുണ്ടാവരുത് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അങ്ങനെ തന്നെ വേണം. ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാക്കുന്നവരെ നമ്മൾ ശകാരിക്കണം. എന്നിട്ട് അവളെ സേഫാക്കിയിട്ട് നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ ഈ വീട്ടിലുള്ള ആരോ ഒരാളാണല്ലോ. അതിനൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇദ്ദേഹവും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശനോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഏതായാലും ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇനി നമ്മൾ നോക്കിയാൽ മതി. ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്തരം സംസാരങ്ങളൊന്നും നമ്മൾ ഇനി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും കുറേ നാളായാലോ നമ്മൾ ചെക്കപ്പിനൊക്കെ പോയിട്ട്, ഇന്നൊന്ന് ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ചെക്കപ്പിനൊക്കെ പോയി വന്നാലോ. തനിക്കും ഒരുപാട് കാലമായില്ല ടെസ്റ്റൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് മൊത്തത്തിലൊരു ചെക്കപ്പ് നടത്തിയിട്ട് നമുക്ക് തിരികെ വരാം. വരുന്ന വഴിക്ക് അമ്പലത്തിലും കയറാമെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനും പറയണമെന്നിരിക്കുകയായിരുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നതല്ല, നമ്മൾ അമ്പലത്തിലൊന്ന് പോയി വരാമെന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തോട് പറയാനിരിക്കുകയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അതും നടക്കട്ടെ, ആദ്യം ചെക്കപ്പിന് പോകാം, എന്നിട്ട് വരുന്ന വഴിക്ക് നമുക്ക് അമ്പലത്തിലും പോകാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് 2 പേരും മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാറ്റിയൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛനും അമ്മയും എങ്ങോട്ടോ പോകാനുള്ള ഇറക്കത്തിലാണല്ലോ, എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അച്ഛാ, പെട്ടെന്ന് എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോകാൻ, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വയ്യായികൊന്നുമില്ല, കുറേ നാളായല്ലോ ചെക്കപ്പൊക്കെ നടത്തിയിട്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതി, ഞങ്ങളത് 2 പേരും ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് വൈകും, വരുന്ന വഴിക്ക് അമ്പലത്തിലും കൂടി കയറിയിട്ടേ വരികയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ വരണോ കൂടെ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 2 പേരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെക്കപ്പിനുള്ളതൊക്കെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തോട്ട് വരുന്ന സമയത്താണ് നമ്മളെ അനഘയെ പോലുള്ള ഒരു പെൺകുട്ടിയെ മുത്തശ്ശൻ കാണാനിടയാവുന്നത്. അവളെ സ്ട്രെച്ചറിൽ ഇരുത്തിയിട്ട് അതുവഴി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അങ്ങനെ സംശയം തോന്നിയ മുത്തശ്ശൻ പിന്നാലെ ചെന്നിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് അത് അനഘയായിരുന്നു. അനഘയാണെങ്കിലും മുത്തശ്ശനെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മോള് അന്ന് അസുഖമായിട്ട് അധികമായിട്ട് ഉണ്ടായിരുന്നില്ലേ, എന്താ പറ്റിയത്, പിന്നീട് എന്താ സംഭവിച്ചത്, എനിക്ക് വ്യക്തമായിട്ട് അറിയണം. മോൾ ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, എങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, എല്ലാം ഞാൻ പറയാം മുത്തശ്ശ, അന്ന് സംഭവിച്ചതൊക്കെ പറയാം. എനിക്ക് മുത്തശ്ശൻ എന്നോട് സംസാരിച്ച സമയത്ത് അധികമായിരുന്നു, പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് വീണ്ടും ഒരു പുനർജന്മം തന്നതുപോലെ തന്നെ വീണ്ടും എനിക്ക് ആരോഗ്യത്തോടെ അസുഖത്തിനൊക്കെ ഒരു ഭേദമുണ്ടായി. അസുഖം ഭേദമാവാൻ കാരണമൊന്നുമല്ല, എൻ്റെ മകൾ സേഫായിട്ട് അനന്തപുരിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ആ ഒരു സമാധാനമാണ് ഇപ്പോൾ ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കാൻ കാരണം എന്നൊക്കെ അനഘ പറയുകയാണ്. എന്നിട്ട് അന്ന് ഞാൻ മോളുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരുന്നു വന്നത്, പക്ഷെ അത് മുഴുവൻ പറയുന്നതിന് മുമ്പേ മോൾക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം മുത്തശ്ശനോട് വ്യക്തമായിട്ട് പറയാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനഘയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നുണ്ട്. വീൽ ചെയറിലാണ് വരുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ അനഘ മുത്തശ്ശനോട് നടന്ന കാര്യത്തെപ്പറ്റിയും അബിയെക്കുറിച്ചും അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിരുന്നു, പക്ഷേ അവനിപ്പോൾ എല്ലാം തലകീഴായി മറച്ചിരിക്കുകയാണ്. ആദർശിനെ കള്ളനാക്കിയിട്ട് ആദർശാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർത്തിരിക്കുകയാണ്. അനന്തപുരിയിലാകെ ഒരു പൊട്ടിത്തെറി നടന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദർശും നയനയും വല്ലാത്തൊരു അവസ്ഥയിലാണ്. മോളെ കണ്ടുമുട്ടിയത് ഏതായാലും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അവരുടെ ജീവിതം ഇങ്ങനെ ആയതിൽ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു. ഞാനും ആദർശിനെ ഒരുപാട് പഴിച്ചിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനഘ പറയുന്നുണ്ട്, അയ്യോ, ആദർശേട്ടനൊരു പാവമല്ലേ,
അവരിങ്ങനെ ഒരു തെറ്റൊരിക്കലും ചെയ്യില്ല, അവരെയാണ് കൂടുതൽ അവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഉള്ളത് എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും മോളെ കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമായി. ഇനി മോളുടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം, മോൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏതായാലും അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം അബിയുടെ ഒരു നിഷ്കളങ്കയായിട്ടുള്ളൊരു ഭാര്യ നവ്യമോള് ഇപ്പോൾ ഉണ്ട്. അവളോട് ഇക്കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അനഘ പറയുന്നുണ്ട്, മുത്തശ്ശൻ എൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അതേ ഇനി മുത്തശ്ശൻ സംസാരിക്കരുത്. കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട, എൻ്റെ മോളുടെ കാര്യം മാത്രം സേഫായിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അനഘ പറയുന്നുണ്ട്, ആ കുട്ടി എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അറിയരുത്, അവളെ സങ്കടപ്പെടുത്തരുത്. കാരണം ഞാൻ അനുഭവിച്ച സങ്കടം എത്രയാണ് എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അബിയുടെ ഭാര്യയെ ഇക്കാര്യം അറിയിക്കരുത് എന്നൊക്കെ പറയുകയാണ് അനഘ. അത് കേട്ടപ്പോഴാണ് മുത്തശ്ശനൊരു സമാധാനമായത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത് മോളെ, പക്ഷെ നിൻ്റെ ജീവിതവും നശിച്ചു പോവുകയാണല്ലോ എന്നോർത്തിട്ട് സങ്കടവുമുണ്ട് എന്നൊക്കെ പറയാണ് മുത്തശ്ശൻ. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ മുത്തശ്ശ, എൻ്റെ മോളുടെ കാര്യം സേഫായല്ലോ, അത് മാത്രം മതി എനിക്ക്. പക്ഷേ അബി അറിഞ്ഞത്, മുത്തശ്ശൻ എല്ലാ സത്യവും അറിഞ്ഞു എന്നുള്ളത് അബി അറിയണം, അബിക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം എന്നൊക്കെ അനഘ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല, അവനെ ഇനി ഞാൻ ഓരോ പണി കൊടുത്ത് 8ൻ്റെ പണി കൊടുത്ത് പൂട്ടുകയേ ചെയ്യുകയുള്ളൂ, അത് നവ്യ അറിയാതെ സൂക്ഷിക്കുകയും വേണം എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അബിക്കെതിരായിട്ട് മുത്തശ്ശൻ ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുകയാണ്. അപ്പോൾ അത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.